നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നെക്സ്റ്റ് വീക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അരവിന്ദിന്റെ മക്കളുടെ. അത് കാണാത്തവര് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്നേ വിനീതും കാവേരിയൊക്കെ കൂടി അരവിന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം അരവിന്ദൻ ഓൾറെഡി മരിച്ച കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോ കാവേരിക്ക് സഹിച്ചില്ല. കാരണം ഇത്ര സമയം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന്. ആംബുലൻസ് എല്ലാം കൂടി പോകുന്ന സമയത്തും കാവേരി ഇങ്ങനെ കുലുക്കി വിളിച്ചോണ്ടിരിക്കുക പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. പക്ഷേങ്കില് മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ കാവേരിക്ക് സഹിച്ചില്ല. വിനീതിന്റെ കാവേരി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. കാര്യം ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. കല്യാണം നിശ്ചയം നടക്കേണ്ട വീടാണ്. ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വിനീതിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തലേ രാത്രി അരവിന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അല്ലെങ്കിൽ അമ്മാവൻ തലേന്ന് നല്ല ടെൻഷനിലാന്നുള്ള കാര്യം വിനീതിന് മനസ്സിലായി. പക്ഷെ എന്താ ഏതാ കല്യാണത്തിന്റെ ടെൻഷൻ ആയിരിക്കും എന്നാ വിചാരിച്ചേ. പക്ഷെ ഇങ്ങനെയാണെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചത് പോലുമില്ല. പക്ഷെ ഒടുവില് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊരു ചിന്ത വിനീതിന്റെ മനസ്സിലുണ്ട്. ഒടുവിൽ കാവേരി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, ദൈവഹിതമല്ലേ. അതിപ്പോ അതിനെ മറികടക്കാനായിട്ട് ആർക്ക് സാധിക്കില്ലല്ലോ. അതേസമയം ഈ കാര്യങ്ങളൊന്നും ശാരദയോ അല്ലെങ്കിൽ ഗംഗയമ്മനെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അരവിന്ദിനെ ഹോസ്പിറ്റലിൽ കൊണ്ടതിന്റെ ആ ഒരു ടെൻഷനിലായിരുന്നു എല്ലാവരും. പിന്നീട് സങ്കടപ്പെട്ടിരിക്കുന്ന രാധമേരെടുത്ത് എന്നിട്ട് നിള പറഞ്ഞു, അതെ ഒന്നും സംഭവിക്കില്ല മുത്തശ്ശി. അതെ പെട്ടെന്ന് തന്നെ അച്ഛനും കൂടെ തിരികെ വരൂ എന്നൊക്കെ പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് പ്രവീണയും വിശാലും കൂടെ അങ്ങോട്ട് വരുന്നത്. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ താമസിച്ചു പോയോ, വിവാഹ നിശ്ചയത്തിനുള്ള ചെറുക്കം കൂട്ടരൊക്കെ വന്നോന്നൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് അവരങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് എല്ലാവരും ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന കണ്ടേ. അത് കണ്ടു കഴിഞ്ഞപ്പോ പ്രവീണ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ എല്ലാരും ഇങ്ങനെ? കല്യാണം നിശ്ചയം നടക്കുന്ന വീടാ, ഒരു പാട്ടും പോലും ഇല്ല, ഒരു പാട്ട് പോലും ഇട്ടിട്ടില്ല, ഇതെന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ശാരദ പറയുന്നത്, അതെ അരവിന്ദേട്ടനെ രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെന്നോ? അതെ, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അരവിന്ദേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കുവാന്ന് പറഞ്ഞു. പെട്ടെന്ന് വിശാല ചോദിച്ചു, അല്ല ആരാ ആന്റി കൊണ്ടുപോയേക്കണമെന്ന് ചോദിച്ചു. കാവേരി എന്നാ വിനീതും അവരൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രവീണ പറഞ്ഞു, അത് ചിലപ്പം രാത്രിയിലേക്ക് ഉറങ്ങാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കില്ലേ, എല്ലാരും ഒന്ന് ഉത്സാഹത്തോടെ ഇരിക്കുക. അല്ലെങ്കിൽ അരവിന്ദേടൻ തിരിച്ചു വരുമ്പോ പറയും, ഇതെന്താ കല്യാണ വീടാണോ മരണ വീടാണോ എന്നൊക്കെ ചോദിക്കില്ലേ, ഒന്ന് എഴുന്നേക്കാനൊക്കെ പറഞ്ഞിട്ട് ശാരദ അവിടുന്ന് പിടിച്ചെഴുന്നേപ്പിച്ചു. വാ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ. അത് മാത്രമല്ല ചെറുക്കം കൂട്ടരൊക്കെ വരുമ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ വല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം ആവില്ലെന്ന് ചോദിച്ചു. രാധമ്മ പറഞ്ഞു, എനിക്ക് എന്റെ മോൻ എങ്ങനെയാലും ഒന്ന് വന്നാൽ മതി എന്നുള്ളൂ. അതേസമയം കെങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തന്റെ നിശ്ചയമാണ് നടക്കുന്നത്. സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുവാണ്, എന്റെ ഭഗവാനെ തന്റെ അച്ഛനൊരു ആപത്തും വരല്ലേ എന്നിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞുപോയി. അപ്പോഴേക്കും ഒരാംബുലൻസ് അങ്ങോട്ടേക്ക് വരുവാണ്. ആംബുലൻസ് വന്ന് ആംബുലൻസിൽ ആദ്യം കാവേരിയാണ് ഇറങ്ങുന്നത്. കാവേരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരദ അങ്ങോട്ട് ഓടിച്ചു, മോളെ അച്ഛൻ എന്തിയെ എന്നൊക്കെ ചോദിക്കുകയാണ്. കാവേരി കരയുക, അതിന് മറുപടി ഒന്നും പറയുന്നില്ല. എന്താ മോളെ, മോൾ എന്താ കരയണേന്ന് ചോദിച്ചു. പിന്നീട് വിനീത് ഇറങ്ങുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധമ്മ ഓടിച്ചോണ്ട് ചോദിച്ചു, എന്താടാ മോനെ എന്തിയെ, അരവിന്ദൻ എന്തിയെ, അവൻ എന്തിയെ ഇറങ്ങാത്തെന്നൊക്കെ ചോദിച്ചു. അപ്പോഴ് കുറച്ച് ആൾക്കാർ കൂടി ആംബുലൻസ് ഡ്രൈവർ എല്ലാരും കൂടി കൂടി ചേർന്നിട്ട് അരവിന്ദന്റെ ബോഡി പുറത്തേക്ക് എടുക്കുന്നത്. ആ കാഴ്ച കണ്ടപ്പോ ശാരദയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ശാരദ ബ്ലാങ്കായി പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അങ്ങനെ അരവിന്ദന്റെ ബോഡി അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേനും ആൾക്കാരൊക്കെ ചുറ്റി കൂടി. ആ സമയത്ത് ശാരദ പറഞ്ഞു, ഇതെന്താ അരവിന്ദേട്ടൻ ഇങ്ങനെ കിടക്കുന്നേ, അരവിന്ദേട്ടാ എഴുന്നേക്ക് അരവിന്ദേട്ടാ എന്ന് പറഞ്ഞിട്ട് കുലിക്ക് വിളിക്കുകയാണ്. ദേ അരവിന്ദേട്ടാ എനിക്ക് സങ്കടം ആവുന്നുണ്ട് കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല അരവിന്ദേട്ടൻ ഇങ്ങനെ കിടന്നാല്, എഴുന്നേക്കെന്ന് പറഞ്ഞ് കുലിക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കോ കാവേരി പറഞ്ഞു, അമ്മ അച്ഛനെ വിളിക്കണ്ട, അമ്മ ഇനി എത്ര വിളിച്ചെന്ന് പറഞ്ഞാലും അച്ഛൻ എഴുന്നേക്കില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ശാരദ പിന്നോട്ടങ്ങോട്ട് മറിയുവാണ്. ബോധം കെട്ടുപോയി ശാരദ. സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു. അപ്പോഴേക്കും എല്ലാരും കൂടെ ചേർന്ന് ശാരദയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിക്കുന്നുണ്ട്. ശാരദ പിന്നീട് കരയാൻ തുടങ്ങി. രാധമ്മയൊക്കെ ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. എന്റെ ഭഗവാനെ എന്താ ഞാൻ ഈ കാണുന്നേ, ഇതിന്റെ ഭാര്യ എന്നെ അങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നോ, നീ എന്തിനാ ഇവനെ വിളിച്ചത്, ഈ പ്രായം ചെന്ന് കുഴിയിലേക്ക് കാലി നീട്ടിരിക്കുന്ന എന്നെ വിളിച്ചാൽ പോരായിരുന്നോ, പാവ എന്റെ മോന് അതിന് മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വിശാല് ജയപാലിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ ഇത് എവിടെയാ? എടാ ഞാന് അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. അത് പിന്നെ അച്ഛ എന്താടാ അവിടെ എന്താടാ കരച്ചിലൊക്കെ കേൾക്കുന്നേ? അപ്പം കാറിൽ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അത് പിന്നെ അച്ഛ അരവിന്ദനങ്ങളില്ലേ, എന്താടാ അരവിന്ദൻ എന്താ, അരവിന്ദങ്ങൾ മരിച്ചെന്ന് പറയണേ. മരിച്ചെന്നോ, നീ എന്താടാ പറയണെന്ന് ചോദിച്ചു. അതെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു പറഞ്ഞു.
വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ജയപാലന് കരയുവാണ് അവിടെ നിന്ന്. അപ്പത്തേക്കും വണ്ടിയിൽ നിന്ന് മറ്റൊരാൾ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അരവിന്ദൻ പോയെന്ന് പറയണം. അങ്ങനെ ജയപാലനും വണ്ടിക്കകത്തിരുന്ന് കരയുക. ഈ സമയത്ത് വല്ലാത്ത കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അരവിന്ദന്റെ ബോഡിയുടെ അടുത്തിരുന്ന് ബാക്കി എല്ലാവരും, ഗംഗ, യമുനയും നിളയും, അവർക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലല്ലോ അത്. അതേ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു വിനീത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇനിയിപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കല്യാണ നിശ്ചയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഗംഗേച്ചു, എന്താ സംഭവിച്ചേ? അച്ഛൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എന്താ സംഭവിച്ചത്? ഒന്നും അറിയത്തില്ല. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അവിടെ എത്തുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് തന്നെ ആള് മരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പം ജീവനോടെ കിട്ടത്തില്ല എന്നൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ പൊട്ടിക്കരയാണ് വീണ്ടും. ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ജയബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജയബാലൻ നല്ല അഭിനയം കാഴ്ചവെക്കുന്നത്. ഭയങ്കര കരഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് വരുവാണ്. എന്താ എന്റെ അരവിന്ദ, എന്നാൽ നീ എന്നെ ഇട്ടിച്ചു പോയല്ലോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കരഞ്ഞു വന്നിട്ട് അരവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല, എടാ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി ജയബാലനെ പിടിച്ചു. ജയബാലേട്ട ഇങ്ങനെ വിഷമിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ശാരദ പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇന്നലെ വൈകുന്നേരം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മക്കൾക്ക് ആഹാരമൊക്കെ വാരി കൊടുത്താ ഇന്നിപ്പോ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കുമെന്നും. സമയം ഗംഗ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. വിനീത് ഇത് കണ്ടു. പിന്നീട് ഗംഗ മുറിയിലേക്ക് പോയിട്ട് ഇങ്ങനെ കുറെ സമയം ആലോചിച്ച് നിൽക്കുകയാണ്. ഗംഗയുടെ മനസ്സിൽ തലേ രാത്രിയത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആഭരണമെല്ലാം കൊണ്ടു തന്നിട്ട് തന്റെ കഴുത്തിലേക്ക് അതിട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ കൊള്ളാം, ഇപ്പോഴാണ് നിനക്ക് മാലയോഗം വന്നിരിക്കണെന്നൊക്കെ പറഞ്ഞതൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ കഴുത്തിൽ കിടക്കുന്ന മാലയെല്ലാം കൂടെ ഗംഗ പെട്ടെന്ന് തന്നെ ഊരി വെക്കണം. ഗംഗയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ അച്ഛന് മരിച്ചു പോയെന്നുള്ള കാര്യം. ആ സമയത്ത് കാവേരി വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഗംഗേച്ചും സമാധാനപ്പെടാൻ ഇങ്ങനെ കരയില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എങ്ങനെ കരയാതിരിക്കും, എനിക്ക് പറ്റുന്നില്ല, എന്റെ കല്യാണം നിശ്ചയമായിരുന്നല്ലോ അത്, ഒന്നും കൂടെ എന്റെ അച്ഛന് പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. എനിക്ക് എന്റെ അച്ഛനെ മതിയായിരുന്നു, എനിക്ക് കല്യാണം ഒന്നും വേണ്ടായിരുന്നു പറഞ്ഞു. ഇത് വിനീത് വന്ന് കണ്ടു. വിനീതിന് സഹിക്കാൻ പറ്റിയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് വിനീത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ നിവിൻ പറഞ്ഞു, എടാ നീ ഇങ്ങനെ വിഷമിക്കില്ലേന്ന് പറഞ്ഞു. എടാ നിവിനെ, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. കാരണം സുജാതയോടൊന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ പറയണല്ലോ, നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് ഓടുവാണ് വിനീത്. പിന്നീട് വിനീത് വീട്ടിലേക്ക് വരുമ്പോ ഗീത അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ഓ വന്നോ, അവിടുത്തെ ജോലികളൊക്കെ തീർത്തിട്ടായിരിക്കും വന്നേ, നിനക്ക് നാണം ഉണ്ടാടാ അവിടെ പോയി കിടന്നിങ്ങനെ അടിമപ്പണി ചെയ്യാനായിട്ട്. ഇത്രയും കാലം അവളുടെ പിന്നാലെ നടന്നിട്ട് അവളെ കിട്ടിയതുമില്ല, എന്നിട്ട് അവളുടെ കല്യാണം നടത്താനായിട്ട് ഓടി നടക്കുന്നു. എടാ ഇത്തിരിയെങ്കിലും നാണമുള്ളവൻ ഇങ്ങനെ ചെയ്യുമോന്ന് ചോദിച്ചു. ആ സമയം വിനീതിന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുവാണ്. പിന്നെ ഗീതയോട് ചോദിച്ചു, അമ്മ എന്തെന്ന് ചോദിച്ചു. അമ്മ അകത്തുണ്ട്, അമ്മേ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇത് ആരാ വന്നേക്കുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സുജാത ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ, അവിടെ കിടന്നോളാൻ വല്ലായിരുന്നു നിനക്ക്, നാണമില്ലാത്തവനെ. ഓ ഇപ്പൊ ചിലപ്പോ ചെറുക്കം കൂട്ടി വരാൻ സമയമായി കാണും, അപ്പൊ ചിലപ്പോ നിന്നെ പറഞ്ഞു വിട്ടുകാണോ അവര് പോയിക്കോളാൻ പറഞ്ഞോണ്ട്. കാരണം അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞല്ലോ, അവർക്കൊന്നും അങ്ങനെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ജോലി ചെയ്യാനും കാര്യത്തിനൊക്കെ നീ അവിടെ വേണം, അല്ലാത്തപ്പം നിന്നെ അവിടുന്ന് പുറത്ത അവിടുത്തെ പെണ്ണിനെ കെട്ടിച്ചേരാന്നും പറഞ്ഞോണ്ട് എല്ലാരും പ്രതീക്ഷയോടെ നിന്നെ വെച്ചോണ്ടിരുന്നു. ഇപ്പൊ കണ്ടില്ല, എന്നിട്ടോ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ കിടന്ന് അധ്വാനിച്ചിട്ട് കേറി വന്നിരിക്കുന്നവന് എടാ ഇത്തിരെങ്കിലും നാണമുള്ളവനാണ് ഇങ്ങനെ ചെയ്യുവോന്നൊക്കെ ചോദിച്ചു. അമ്മ അതല്ല, ഓ ഇനിയിപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി വന്നാണോ, എനിക്ക് ആരുടെ മുഖം കണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, ഇനിയിപ്പൊ അമ്മ കാണാന്ന് പറഞ്ഞാലും ഇനി ഒരിക്കലും അമ്മയ്ക്ക് കാണാൻ പറ്റില്ല, ഇപ്പൊ പിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ എന്താടാ പറയണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മേ അത് പിന്നെ അമ്മാവൻ പോയെന്ന് പറയാ. പോയെന്ന് എങ്ങോട്ട് പോയെന്ന്, ഗൾഫിലേക്കോ? ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു. അതല്ല അമ്മാവൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. മരിച്ചു പോയെന്നോ, നീ എന്തൊക്കെ അസംബന്ധം അവിടെ പറയണേന്ന് ചോദിച്ചു. സത്യ അറ്റായിക്കായിരുന്നു. അറ്റായിക്കോ? വിശ്വസിക്കാൻ പറ്റിയില്ല സുജാതയ്ക്ക്. സുജാത അരവിന്ദന്റെ വീട്ടിലേക്ക് ഓടി വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദന്റെ ബോഡി അവിടെ കിടത്തിയിരിക്കുന്ന കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോ സുജാതയ്ക്ക് സഹിച്ചില്ല. സുജാത അവിടെ കിടന്ന് അലമുറയിട്ട് കരയുവാണ്. എടാ അരവിന്ദ എഴുന്നേക്കടാ, നീ ഇങ്ങനെ കിടക്കല്ലടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടാ ഞാനടാ വിളിക്കുന്നേ, ഞാൻ വിളിച്ചാൽ നീ എഴുന്നേക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് അലമുറയിട്ട് കരയുക. അത് കണ്ടു കഴിഞ്ഞപ്പം ശാരദെ, ഗംഗ, യമുന എല്ലാരും കരയുവാണ്. പിന്നീട് പറഞ്ഞു, എടാ നീ നിന്റെ മോളെ ആർക്ക് വെള്ളം കെട്ടിച്ചു കൊടുത്തു, എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, നീ പക്ഷെ ഇത് ഇങ്ങനെ കിടക്കരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ, എഴുന്നേക്കാനൊക്കെ പറഞ്ഞിട്ട് കരയുവാണ്. അപ്പോഴേക്കും വിനീത് സുജാതയുടെ കൈ പിടിച്ചിട്ട്, അമ്മ എന്താ അമ്മ ഇങ്ങനെ, ഇതേ അമ്മ ഇങ്ങോട്ട് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിക്കണേ. വേണ്ട ഞാൻ എഴുന്നേക്കില്ല, ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് ഇത്തിരി സമയം ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അരവിന്ദന്റെ അടുത്തിരുന്ന് പൊട്ടിക്കരയുവാണ്.
എനിക്ക് എന്റെ ഭർത്താവ് പോയതിന് ശേഷം ഇവനും ഉണ്ടായിരുന്നുള്ള തുണ ഇനി ഇവനും കൂടെ പോവല്ലേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കരയുവാണ്. വിനീതിന് തന്റെ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.